ഉയർവനി ലൈഫിലോട്ട് സ്വാഗതം. ഞാൻ ഡോക്ടർ അനിൽ അയ്യപ്പൻ, ഉയർവനി ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് മാനസിക ചികിത്സ അഥവാ ഉന്മാദ ചികിത്സയെക്കുറിച്ചാണ്. ഭാരതീയ ചികിത്സാ സമ്പ്രദായമായ ആയുർവേദം മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ആത്മാവ് എന്നിങ്ങനെ ആയുർവേദത്തിലെ ആയു എന്ന പദം അതാണ് ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ ഉന്മാദത്തിന് പ്രത്യേകതരം വളരെയധികം ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ്. മനസ്സിൻ്റെ ഓരോ സ്വഭാവം അനുസരിച്ച് 3 തരം രീതിയിലാണ് ആയുർവേദത്തിൽ മനസ്സിനെ പറഞ്ഞിരിക്കുന്നത്. അഥവാ ശുദ്ധസത്വം, രാജസസത്വം, താമസസത്വം തുടങ്ങിയവയാണ്. ശുദ്ധസത്വം എന്നാൽ നമ്മളുടെ മനസ്സ് എല്ലാം പക്വതയോടും എല്ലാ കാര്യപ്രാപ്തിയോടും കൂടി പ്രവർത്തിക്കുന്നതായിരിക്കും. രാജസസത്വത്തിൽ നമ്മൾ ശരീരത്തിന് ഓരോരുത്തർക്കും അവരുടെ ശരീരത്തിൻ്റെ കൺട്രോൾ കിട്ടാതെ, അതായത് പക്വമായ രീതിയിലല്ലാതെ പ്രവർത്തനം ഉണ്ടായിരിക്കും. അഹംഭാവത്തോടു കൂടിയും അവിവേകത്തോടു കൂടിയും പ്രവർത്തിക്കുന്നതാണ് രാജസത്വം എന്ന് പറയുന്നത്. ഇതിൽ മാനസിക ആരോഗ്യത്തിനനുസരിച്ച് ഉന്മാദ ചികിത്സ വ്യത്യസ്ത രീതിയിലായിരിക്കും. ചിന്തിക്കേണ്ടത് ചിന്തിക്കാതിരിക്കുകയും എന്നാൽ ചിന്തിക്കാതിരിക്കേണ്ടത് ചിന്തിക്കുകയും പ്രിയമായത് അപ്രിയമായും അപ്രിയമായത് പ്രിയമായും തോന്നുന്ന ഒരവസ്ഥയാണ് ഉന്മാദത്തിൽ സാധാരണയായി കാണുന്നത്. ഉള്ളതിനെ ഇല്ലാത്തതായും ഇല്ലാത്തതിനെ ഉള്ളതായും ഒരു തോന്നലുണ്ടാവുക, പെട്ടെന്ന് അകാരണമായി കരച്ചിൽ വരിക, അകാരണമായി ദേഷ്യപ്പെടുക, അങ്ങനെ ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഉന്മാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ചിലതരം ആഹാരങ്ങൾ ഉന്മാദരോഗ ചികിത്സ രോഗി കഴിക്കേണ്ടതാണ്. കാരണം ഉഷ്ണ ഗുണമുള്ള ആഹാരങ്ങൾ വർജിക്കുക, പിന്നെ കയ്പുരസം അധികം ഇല്ലാതിരിക്കുക, ഉറക്കക്കുറവ്, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക, ഇതൊക്കെ ഉന്മാദ ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൂടാതെ പശുവിൻ പാൽ, പുതിയ വെണ്ണ, പഴകിയ നെയ്യ്, ചെറുചീര മുതലായ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ പടവലങ്ങ, മുന്തിരിങ്ങ മുതലായ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതും ഉന്മാദ രോഗിക്ക് നല്ലതാണ്. ശരീരത്തിലെ പിത്താധിക്യം കുറയ്ക്കുന്ന അവസ്ഥ ചെയ്താൽ മനസ്സിന് സ്വതവേ ആരോഗ്യം ഉണ്ടായിരിക്കും. ഉന്മാദ ചികിത്സയിൽ ധാര എന്ന ആയുർവേദ ചികിത്സയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ധാര തണുത്ത വെള്ളം കൊണ്ടോ നെല്ലിക്ക വെള്ളം കൊണ്ടോ അഥവാ തൈലങ്ങൾ കൊണ്ടോ പ്രയോഗം നടത്താവുന്നതാണ്. തളം, തലപൊതിച്ചിൽ തുടങ്ങിയ ചികിത്സകളും ഇതിനായി ചെയ്തു വരുന്നു. തളം പ്രത്യേകതരം ചൂർണം തൈലത്തിൽ, ശരീരത്തോട് ഇണങ്ങുന്ന തൈലത്തിൽ ചേർത്ത് ശിരസിൽ വയ്ക്കുന്നതാണ് തളം. തലപൊതിച്ചിൽ മരുന്നുകൾ പ്രത്യേക രീതിയിൽ അരച്ചെടുത്ത് നമ്മുടെ ശരീരത്തിൽ തലയിൽ പൊതിയുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതുകൂടാതെ ദ്രാക്ഷാദി കഷായം, കല്യാണകം കഷായം, വരണാദി കഷായം തുടങ്ങിയ കഷായങ്ങൾ അവസ്ഥാനുഭേദ ഉപയോഗിക്കാവുന്നതാണ്. കമ്പൈൻ ഫാർമസിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മരുന്നുകളാണ് ഈ ഉന്മാദ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയും കൃത്യമായ മരുന്നുകളും സേവിച്ചാൽ ഉന്മാദ രോഗം വളരെ ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കും.